ക്രിസ്മസ് വിപണിക്കായി വിളവെടുക്കേണ്ട സമയത്താണ് കർഷകരുടെ പ്രതീക്ഷയെ തകിടം മറിച്ച് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി 12 ഇടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ ആലപ്പുഴ ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ച ഇടങ്ങളിലെ 19,000-ഓളം പക്ഷികളെ കൊന്നൊടുക്കാൻ തീരുമാനമായി. അടുത്ത 2 ദിവസങ്ങളിലായി കള്ളിംഗ് നടക്കും. കഴിഞ്ഞ വർഷം ഒഴികെ തുടർച്ചയായി സീസണുകളിൽ പനിബാധ ഉണ്ടാകുന്നത് കടുത്ത പ്രതിസന്ധിയാണ് കർഷകരിൽ ഉണ്ടാക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലാണ്. അവിടെ വളർത്തിയ താറാവുകൾക്ക്, അതായത് ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി വളർത്തിയ താറാവ് കർഷകർക്കാണ് തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ മാത്രമായിരിക്കും അല്ലെ തുടർച്ചയായ പക്ഷിപ്പനിയിൽ നിന്ന് കർഷകർ രക്ഷപ്പെട്ടു പോയത്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം ഇവിടെ കാണിക്കുന്നത്? തുടക്കം എന്ന് പറഞ്ഞാൽ കണ്ണ് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുക. പിന്നെ ഇത് നമ്മളെ പിടിക്കുന്ന പിടിയിലൊന്നും നിൽക്കുകയില്ല. കടന്നൽ കുത്താൻ പറ്റുന്ന ഇതങ്ങ് ചെതറി പോവുകയാണ്. നമ്മൾ ചാക്കിനകത്ത് പിടിച്ചാണ് ഇപ്പോൾ ഇതിനെ. ഇപ്പോൾ നാട്ടുകാരുടെ പരാതികൾ അനുസരിച്ച് എല്ലാം പ്രശ്നങ്ങളായതുകൊണ്ട് ഹെൽത്തുകാരും എല്ലാം വന്ന് പ്രശ്നങ്ങളാക്കിയപ്പോൾ നമ്മൾ ചാക്കിൽ പിടിച്ചാണ് അതിനെ ഇപ്പോൾ ഈ വലയ്ക്കകത്തിട്ടിരിക്കുന്നത്. എത്ര സ്ഥിരമായി താറാവ് കർഷകനാണോ? അതെ അതെ അതെ. ഈ പിന്നെ ഇപ്പോ ഇങ്ങനെ ഒരു രോഗലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 13 ദിവസമായി. 13 ദിവസമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച. മറ്റ് പ്രതിരോധ മരുന്നുകളൊക്കെ എടുത്തിരുന്നു നമ്മൾ ഓഫീസുകളിലൊക്കെ അറിയിച്ചു? ഉണ്ടോ, എല്ലാം അറിയിച്ചു. അത് എല്ലാ ദിവസവും ഡോക്ടർ വരുന്നുണ്ട്, കാണുന്നുണ്ട്, ചാകുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്ന് മാത്രമേ വരാനുള്ളൂ. ഇന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് വന്നിട്ട് വാക്സിനേഷൻ കൊടുത്തിരുന്നു. പിന്നീട് ഈ രോഗലക്ഷണം കണ്ടപ്പോൾ തന്നെ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ കൊടുത്തു. ഒരെണ്ണത്തിന് കണ്ട അന്ന് വൈകിട്ട് തന്നെ വാക്സിനേഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതങ്ങ് വല്ലാതായത്. വേഗത്തിലങ്ങ് സ്പ്രെഡ് ചെയ്യുവാണ്. വേഗത്തിൽപ്പെട്ടു. പിറ്റേ ദിവസം 10,300 ചാകും ചത്തു. ചേട്ടനിപ്പോ 12,500. എത്രത്തോളം ചത്തു കഴിഞ്ഞു? ഒരു 6,000-7,000. എല്ലാം ക്രിസ്മസിന്റെ വിപണി ലക്ഷ്യമാക്കി വാങ്ങുക. ജനുവരി 15 പിടിക്കാൻ പറ്റുന്ന സൈസായിരുന്നു. ക്രിസ്മസിനേക്കാൾ നമുക്ക് വില കിട്ടുന്ന ഭാഗമായിരുന്നു ഇത്. ക്രിസ്മസിന് 1000-ഓളം താറാവുകൾ ഒതുങ്ങും. അത് കഴിയുമ്പോൾ ഇതിന് നല്ല പ്രിയമായ. എത്ര പ്രായം ഉണ്ടായിരുന്നു താറാവ്? 87 ദിവസം. 87 ദിവസം അല്ലേ? അതാണ് സാഹചര്യം. അതായത് ഈ നമ്മൾക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഇടത്തിപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് താറാവുകളെ കൂട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള പാടശേഖരങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ ഫലം വരേണ്ടത് ഭോപ്പാലിൽ നിന്നായിരുന്നു. അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർ നടപടികളിലേക്ക് കൂടി സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുകയാണ്.